പൊന്നാനിയിൽ മലമ്പനി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. പൊന്നാനി നഗരസഭയുടെയും മലപ്പുറം ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ കൊതുക് നശീകരണ പരിപാടികൾ ആരംഭിച്ചു. കൂടാതെ രക്തസാമ്പിളുകളുടെ പരിശോധനയും പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി പൊന്നാനിയിൽ നിന്നും നൌഷാദ് ചേരുന്നു. നൌഷാദ്, ഇതുവരെ പൊന്നാനിയിൽ 3 പേർക്കാണ് മലമ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്തൊക്കെ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുവരുന്നത്? പൊന്നാനി നഗരസഭയിലെ മലമ്പനി സ്ഥിരീകരിച്ച വാർഡ് 5-ലാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുന്നത്. ഫോഗിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ വീടുകൾ കേന്ദ്രീകരിച്ച് സ്പ്രേയിങ് നടന്നിരുന്നു. ഇന്ന് ക്ലോറിനേഷൻ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗങ്ങളിലെ ചെളിയും മറ്റും നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വീടുകൾ കേന്ദ്രീകരിച്ചുള്ള മറ്റു പ്രതിരോധ പ്രവർത്തനങ്ങളും നഗരസഭയുടെയും ആരോഗ്യ വിഭാഗത്തിൻ്റെയും നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കാണാം, ഇവിടെ വെള്ളം കെട്ടി നിൽക്കുന്ന താഴ്ന്ന പ്രദേശമാണ് പൊന്നാനി നഗരസഭയിലെ 5-ാം വാർഡിൽ ഉൾപ്പെടെയുള്ളത്. ഇത്തരം കേന്ദ്രങ്ങളിൽ കൊതുകുകളുടെ സ്ഥിര സാന്നിധ്യമുണ്ട്. ഇതാണ് മലമ്പനി ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് ഇടയാക്കിയത്. നൌഷാദ്, ഇപ്പോൾ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി രക്തപരിശോധനയെല്ലാം പൊന്നാനിയിൽ നടന്നു വരുന്നുണ്ട്. ആരോഗ്യവകുപ്പൊക്കെ സജീവമായി രംഗത്തുണ്ട്. എന്തൊക്കെയാണ് അതിന്റെ വിശദാംശങ്ങൾ? ഇപ്പോൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി തന്നെ പൊന്നാനി നഗരസഭയുടെ നേതൃത്വത്തിൽ ആരോഗ്യ വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തിയാൽ തന്നെ ഈ കൊതുക് രോഗവാഹികളായ കൊതുകുകളുടെ സാന്നിധ്യം ഇല്ലാതാക്കുകയും ഇത്തരം അസുഖങ്ങളിൽ നിന്ന് മുക്തരാകാൻ കഴിയും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പൊന്നാനി നഗരസഭാ ഭരണസമിതി. കൂടാതെ സാമ്പിൾ പരിശോധനയും കാര്യമായി പുരോഗമിക്കുന്നുണ്ട്. 2000-ത്തിലധികം സാമ്പിളുകളാണ് ഇതുവരെ പരിശോധിച്ചിട്ടുള്ളത്. ഇവ ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. ഇതിൻ്റെ റിസൾട്ട് വരുന്ന മുറയ്ക്ക് തന്നെ മറ്റു പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങാൻ കഴിയും എന്ന് തന്നെയാണ് നഗരസഭയുടെ പ്രതീക്ഷ.